ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർഗഴി അനാർക്കലിയെ ചവിട്ടി പുറത്താക്കണം. ഇപ്പം ഇറങ്ങിക്കോണം അവിടുന്ന്. എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറിയത് എന്നും ചോദിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ട് അന്തം വിട്ട കുന്തം പോലെ നിൽക്കുക നമ്മുടെ ഗോവിന്ദ്. ഈശ്വര, ഇവിടെ ഇപ്പം എന്താ നടക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും മാർഗഴി, കണ്ണേട്ടാ, ആരും ഇല്ലാത്ത സമയത്ത് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതവർ. ഞാനിവിടെ ഇല്ലയെന്ന് കണ്ടപ്പോൾ രഞ്ജുവിന് നേരെ തിരിഞ്ഞു. അപ്പോൾ ഗോവിന്ദ്, ഇവളെന്തൊക്കെയാണ് പറയുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ മാർഗഴി ഒരു കണ്ണിങ്ങനെ അടച്ച് കാണിക്കുക. അപ്പോൾ ഗോവിന്ദന് കാര്യം പിടികിട്ടി. അത് കേട്ടതും ഗോവിന്ദ്, നിങ്ങളെന്തിനാ എൻ്റെ വീട്ടിലേക്ക് കയറിയത്? ഇത് നിൻ്റെ വീടല്ലല്ലോ, ഇത് ചെമ്പകശ്ശേരി വിജയലക്ഷ്മിയുടെ വീട്. വിജയലക്ഷ്മിയെ എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇത് എൻ്റെയും കൂടെ വീടാണ്. നിങ്ങൾക്ക് ഇവിടെ കയറാൻ എന്ത് അധികാരമുള്ളത്? ആരാ നിങ്ങൾക്ക് ഇവിടെ കയറാനുള്ള അധികാരം തന്നത് എന്നും ചോദിക്കണം. അത് കേട്ടതും, കൊല്ലാനാടാ വന്നത്? കൊല്ലാൻ ഞാൻ എല്ലാവരെയും കൊല്ലും, എല്ലാവരെയും, നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും. എൻ്റെ അനാർക്കലി, നിങ്ങൾ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ദേ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചെയ്യൂടാ, ഞാനെല്ലാം ചെയ്യും. ഈ അനാർക്കലി ഓരോന്നും ചെയ്യുന്നത് നിൻ്റെ നാശത്തിന് വേണ്ടിയാണ്. നിൻ്റെ കുടുംബത്തിലുള്ള ഓരോ എണ്ണത്തിനോടും എനിക്ക് പണ്ടേ തുടങ്ങിയ പകയാ. എനിക്കറിയാൻ അനാർക്കലി, ഇപ്പോഴല്ല, പല തലമുറകളായി നിങ്ങൾ എന്നോട് ദേഷ്യവും വൈരാഗ്യവും കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളോടൊരു ചോദ്യം, അറയ്ക്കൽ തറവാടിൻ്റെ ആരുമല്ലാത്ത രഞ്ജുവിനോട് നിങ്ങൾക്ക് എന്തിനാ ഇത്രയും ദേഷ്യം? അവളോട് എന്തിനാ നിങ്ങൾക്ക് വൈരാഗ്യം? അത് കേട്ടതും, ദേ, എനിക്കൊന്നും മനസ്സിലായി. വിജയലക്ഷ്മിയോട് എല്ലാ തെറ്റും പുറത്ത് നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവളെൻ്റെ ശത്രുവായി. അങ്ങനെ വന്നപ്പോൾ അവളുടെ മകളായ ഇവളും എൻ്റെ ശത്രു. ഇവള് നിൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയാണെന്ന് എനിക്കിപ്പറിയാം. അതുകൊണ്ട് ഇവളില്ലാതായ നീ വേദനിക്കുമെന്നും എനിക്കറിയാം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നും അനാർക്കലി. അത് കേട്ടതും, നിങ്ങൾക്ക് തെറ്റിപ്പോയി അനാർക്കലി. നിങ്ങളെ എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ മാത്രമല്ല എന്നെ ചുറ്റി നിൽക്കുന്നവരെയും. അത് കേട്ടതും നമ്മുടെ മാർഗഴി അങ്ങനെ പറഞ്ഞു കൊടുക്കുക കണ്ണേട്ടാ. ഇവരെന്താ വിചാരിച്ചേ? ഒരു ഓഞ്ഞ ഗുണ്ടയും കൊണ്ടുവന്ന നമ്മളെ തീർക്കുന്നു. മണ്ടൻ അവനെ, എൻ്റെ മുഖത്ത് സ്പ്രേ അടിക്കാതെ അവൻ്റെ മുഖത്ത് തന്നെ അടിച്ചു. അങ്ങനെയുള്ള ഗുണ്ടകളെ കൊണ്ടാണ് നടക്കുന്നത്. കളിയാക്കണ്ട, നീ നോക്കിക്കോടാ ഗോവിന്ദേ, നിൻ്റെ ശവപ്പെട്ടിയിൽ ആണി അടിക്കുന്നത് ഞാനായിരിക്കും. എന്നാലേ എൻ്റെ ശവപ്പെട്ടിയിലുള്ള ഒരാണിയെങ്കിലും നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയ നിങ്ങളൊരു പെണ്ണാണെന്ന് ഞാൻ പറയാം. അല്ല, എൻ്റെ ശവപ്പെട്ടിയിൽ ആണി അടിക്കുന്നത് പോട്ടെ, എനിക്ക് വേണ്ടി ഒരു പെട്ടിയെങ്കിലും ഉണ്ടാക്കി വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ വെല്ലുവിളിയൊക്കെ അവസാനിപ്പിച്ച് പോയി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് പെണ്ണുപിള്ളേ എന്നും ഗോവിന്ദ്. അത് കേട്ടതും, നീ മനസ്സിൽ കുറിച്ചിട്ടോടാ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ഇനി എനിക്കൊരിതില്ല. ഇവളന്ന് എൻ്റെ കരണത്തടിക്കാൻ കയ്യോങ്ങി അന്ന് തുടങ്ങിയ ശത്രുതയാണ്. ഇവളോടെനിക്ക് തീരാത്ത പകയാണ്. നിങ്ങൾക്ക് പണ്ടെങ്ങോ കാണാതായൊരു മകളില്ലേ? ആ മകളിന്ന് രഞ്ജുവിൻ്റെയും ഗീതുവിൻ്റെയൊക്കെ പ്രായമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഇവളോട് എന്തിനാ നിങ്ങൾക്ക് ഇത്ര വൈരാഗ്യം? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, നിന്നോടാ എനിക്ക് വൈരാഗ്യം. നിന്നെ കരയിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും, എന്തും. അറയ്ക്കൽ തറവാട്ടിലുള്ളവരെ കൊല്ലാൻ എനിക്കൊരു മടിയുമില്ല, അറപ്പും വെറുപ്പുമില്ല, എൻ്റെ കൈ വിറയ്ക്കത്തുമില്ല എന്ന് നമുക്ക് കാണാം. അനാർക്കലി, നീ കൊല്ലാൻ വാ, ഞാൻ നിനക്ക് കഴുത്ത് നീട്ടിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കളിയാക്കുക. ഞാനിപ്പോൾ പോവുക, പക്ഷേ ഇനിയും ഞാൻ വരും എന്നും പറയാം. അതേ, പോകുന്ന വഴി ആ ഗുണ്ടയെ എടുത്തോണ്ട് പോയിക്കോ എന്നും നമ്മുടെ മാർഗഴി. അത് കേട്ടതും നമ്മുടെ അനാർക്കലി തിരിഞ്ഞു നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് ഗുണ്ടയ്ക്കിട്ടൊരു ചവിട്ടും കൊടുത്ത് അങ്ങ് പോവുക. ഈ സമയം, എൻ്റെ രഞ്ജു, നീ എന്തിനാ ആരോടും പറയാതെ അങ്ങ് പോകുന്നത്? നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല. പിന്നീട് കാഞ്ചനയെ വിളിച്ചപ്പോഴാണ് ഞാനും ഗീതും സത്യങ്ങൾ അറിഞ്ഞത്. സത്യം പറയാമല്ലോ ഗോവിന്ദേട്ടാ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാ. അല്ല, ഇങ്ങോട്ട് വന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ പിന്നെ അനാർക്കലി എന്തിനാ ഇങ്ങോട്ട് വന്ന്? അനാർക്കലി എന്നെ കൊല്ലാൻ വന്നാണോ? നിന്നെ എന്തിനാ അവർ കൊല്ലുന്നേ? അവരെന്നെ കൊല്ലാനാണ് വന്നത്. എന്നെ കൊന്നാലല്ലേ ഗോവിന്ദേട്ടനെ കരയിക്കാൻ പറ്റൂ. എന്നെ കൊന്ന് കണ്ണേട്ടനെ കരയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയണം. അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ നോക്കുക. എന്നാലും അവർ കയറി വന്ന വരവേ, ശരി, നീ ഇപ്പോൾ വാ, നമുക്ക് പോകാം. എന്നിട്ട് ഗോവിന്ദ് ചുറ്റും നോക്കുക. ദൈവമേ, ഗീതു അവിടെ പോയി എന്നും. എന്നാൽ ശരി, ഞാൻ വാതിലടച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് വന്നാൽ മതി. നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടെ വന്ന് ക്ലീൻ ചെയ്യാം, നീ ഇനി ഒറ്റയ്ക്ക് വരണ്ട രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട്
നമ്മുടെ ഗോവിന്ദ് തടയുകയാണ്. ഈ സമയം ഗീതു അവിടെ നമ്മുടെ രഞ്ജു വാതിലടയ്ക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോൾ ഗോവിന്ദ് മാർഗഴിയോട് ചോദിക്കുക, ഗീതു അവിടെ? എനിക്കറിയില്ല എന്ന് മാർഗഴി. ഈ സമയം ഗീതു ആണെങ്കിൽ അവിടെ മാറി നിൽക്കുക. ഈശ്വര, ഇവള് പോകാതെ എനിക്ക് പുറത്തേക്ക് ചാടാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് രഞ്ജു വാതിലടച്ചു. ഇങ്ങനെ പുറത്തിയാടും, അടുക്കള വാതിൽ കുറ്റിയിടുന്നതിന് മുമ്പ് പുറത്തിയാടണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു വാതിലൊക്കെ തുറന്ന് അടുക്കള വാതിലിൽ കൂടെ പുറത്തേക്ക് ഓടുക. ഈ സമയം രഞ്ജു വാതിലടച്ച് കാറി കയറി. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദ് മാർഗഴി ഇങ്ങനെ ചുറ്റും നോക്കുക, ഗീതുവിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയം നമ്മുടെ ഗീതുവും മാർഗഴിയും കാറി കയറി ഇരുന്നതിന് ശേഷം നമ്മുടെ ഗീതു പതുക്കെ ഓടി വരിക. എന്നിട്ട് മുമ്പ് മാർഗഴിക്ക് കാണാൻ പാകത്തിന് കണ്ണാടിയുടെ സൈഡിൽ വന്ന് നിന്നിട്ട് ഗീതു മാർഗഴിയെ വിളിക്കുക. അപ്പോൾ നമ്മുടെ ഗീതു മാർഗഴി, അതെ ആ ഡിക്കിയൊന്ന് തുറക്കോ? എന്തിനാ ഗീതു? ഒന്ന് തുറക്കളിയാ. അപ്പം രഞ്ജു, എന്താ നീ വിളിച്ചേ? അളിയാന്നോ? ഇതെന്താ ഇപ്പം അങ്ങനെ ഒരു വിളി? ഞാൻ വെറുതെ തമാശയ്ക്ക് വിളിച്ചതാ. ആ കാറിൻ്റെ ഡിക്കി ഒന്ന് ഉറക്കുക കണ്ണേട്ടാ, ആ വേസ്റ്റ് കളഞ്ഞേച്ച് പോവാം എന്നും പറയുക. ഈ സമയം നമ്മുടെ ഗീതു മാർഗഴി കാറിൻ്റെ ഇറങ്ങി കാറിൻ്റെ പുറകെ പോയി നിൽക്കുക. എന്നിട്ട് ഡിക്കി പതുക്കെ തുറന്നു. എന്നിട്ട് ഗീതുവിനെ വിളിക്കുക, ഗീതു നീ ചെന്ന് കാറിൽ കയറ്. അപ്പം നീ എങ്ങനെ വരും? ഞാൻ വന്നോളാം, എനിക്ക് എങ്ങനെ വേണേലും വരാമല്ലോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. നീ ചെന്ന് കാറിലോട്ട് കയറ്, ഞാൻ വന്നോളാം എന്നും പറയുക. അങ്ങനെ ഗീതു എന്ന് കാറി കയറുക. ഈ സമയം ഗീതുവിനെ കണ്ടതും ഗോവിന്ദന് ആശ്വാസമായി. അപ്പോൾ നമ്മുടെ മാർഗഴി, ഞാനെങ്ങനെ പോകും? ദൈവമേ, ഓടി വന്നതുകൊണ്ട് വെപ്രാളം പിടിച്ച് വന്നതുകൊണ്ട് ഓട്ടോക്കാശ് പോലും എടുത്തില്ലല്ലോ, എന്താ ചെയ്യുക എന്നാലോചിച്ചുകൊണ്ട് മാർഗഴി പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഡിക്കിയിലോട്ട് കയറി. ഈ സമയം നമ്മുടെ ഗീതുവും ഗോവിന്ദും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ഗീതു, എനിക്കൊരു സംശയം, ആ അനാർക്കലി വന്നത് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ അവിടെ വന്നതല്ലേ, നീ അവിടെ ഉണ്ടാവുമെന്ന് അവർക്കെങ്ങനെ അറിയാം? അത് കേട്ടതും അവർ ചിലപ്പോൾ നമ്മുടെ കാറ് കണ്ട് വന്നതായിരിക്കും, ഞാനായിരിക്കും അതിലുണ്ടായിരിക്കുമെന്ന് കരുതി. പക്ഷേ വന്നപ്പോൾ നീ ആയിപ്പോയി, അതുകൊണ്ടാണ് അവർ നിൻ്റെ നേരെ തിരിഞ്ഞത്. എന്നെ കിട്ടാതായപ്പോൾ നിൻ്റെ നേരെ തിരിഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും രഞ്ജു ആ ചുരിദാറിൻ്റെ ഇത് നോക്കുക. ഗീതു, നീ എപ്പോഴാണ് ചുരിദാർ മാറിയേ? അത് കേട്ടതും ചുരിദാർ മാറിയെന്നോ? ഒന്ന് പോവണേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു, ഇല്ല എനിക്കിപ്പോൾ കാര്യം പിടികിട്ടി, ഡിക്കിയിൽ വെച്ചാണ് തിരിമറി നടന്നത്. അപ്പോൾ നമ്മുടെ ഗോവിന്ദും ഗീതും ഞെട്ടി. ഈശ്വര, ഇവള് കണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട്, നീ ഡിക്കി തുറക്കാൻ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നീ അവിടെ പോയി പെട്ടെന്ന് തന്നെ ചുരിദാറെടുത്ത് മാറ്റിയിട്ട് ഷോൾ ഇട്ടുകൊണ്ട് വന്നതാണല്ലേ. അപ്പോൾ നമ്മുടെ ഗീതുവിന് ചിരി വരിക, ഒപ്പം ഗോവിന്ദനും. ഈ സമയം പോകുന്ന വഴിയാണെങ്കിൽ രഞ്ജുവിന് ശ്വാസം മുട്ടിയിട്ട് ഒരു മാർഗഴിക്ക് ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. ഈശ്വര, വലിയ കാറാണ് പുറത്തു നോക്കുമ്പോൾ, എന്നാൽ ഡിക്കിയിലാണെങ്കിൽ ഇത്തിരി സമാധാനത്തിൽ കിടക്കാനുള്ള സൗകര്യവും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ രഞ്ജു ചോദിച്ചുകൊണ്ട് വരിക, എന്നാലും ചെമ്പകശ്ശേരിയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ച് പോയതാ രഞ്ജു. നീ എവിടെ പോയാലും ഞങ്ങളെ വിളിച്ചിട്ട് വേണം പോകാൻ. നീ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദേട്ടാ, കാഞ്ചനയെ വിളിച്ചു, മൊബൈൽ നന്നാക്കാനാണ് പോയത്. അപ്പോൾ മൊബൈൽ കിട്ടാൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നാ ചെമ്പകശ്ശേരി ഇപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. ആ കാഞ്ചനയാണെങ്കിലോ കൃത്യസമയത്ത് മുങ്ങുകയും ചെയ്തു. അവൾ കൃത്യസമയത്ത് എങ്ങോട്ട് പോയതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അവളിപ്പോൾ വീടെത്തി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിയും കളി സംസാരമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ മാർഗഴി കാറിൻ്റെ ഡിക്കി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. ഈശ്വര, മാരിയമ്മ ഒന്ന് തിരിയാൻ പോലും സ്ഥലമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ കിടക്കും. അങ്ങനെ ആനന്ദം അറയ്ക്കലിലെത്തിയതും കാറിൽ നിന്നും ഇറങ്ങി ഗീതുവും ഗോവിന്ദും. അപ്പോൾ രഞ്ജു ഇറങ്ങുക. അപ്പോൾ ഫോൺ വരിക. ഫോൺ വന്നതും, ആരാ ഗീതു? ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോളാണ്, നീ പോയിക്കോ രഞ്ജു, ഞാൻ വന്നേക്കാം. ശരി ഗീതു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു പോയി കഴിഞ്ഞതും ഗീതു ഫോൺ എടുക്കുക. ഹലോ മാർഗഴി, നീ എവിടെയാ? നീ അത്ര പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങോട്ടാടി പോയത്? എൻ്റെ ദൈവമേ, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, നിങ്ങളുടെ കാറിൻ്റെ ഡിക്കി തന്നെ ഉണ്ടോന്ന് തുറക്ക് എന്നും പറയുക. അപ്പോൾ നമ്മുടെ ഗീതു, അയ്യോ ഗോവിന്ദേട്ടാ, മാർഗഴി കാറിൻ്റെ ഡിക്കിയിലുണ്ട്, തുറക്ക്. ആ മരം കയറിയെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഓടിപ്പോയി ഡിക്കി തുറക്കുക. ഈ സമയം മാർഗഴി കാറിൽ നിന്നിറങ്ങുക. നീ എപ്പോഴാണ് ഈ കാറിൻ്റെ ഡിക്കിയിലോട്ട് കയറിയത്? അതേ, രഞ്ജുവിനെ രക്ഷിക്കാൻ വന്ന സമയത്തെ ഞാൻ ഓട്ടോ കാശ് പോലും എടുക്കാണ്ട വന്നത്, അതുകൊണ്ടാണ് ചാടി ഡിക്കിയിലോട്ട് കയറിയത്. കൃത്യസമയത്ത് ആ ഗുണ്ടയും കണ്ണു തുറന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഡിക്കിയിലോട്ട് ചാടി കയറിയതാ. ഇനി നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ടെങ്ങാനും മാറി നിൽക്ക്, ഞാൻ ഗീതുവിനെ കൊണ്ട് അകത്ത് വിട്ടിട്ട് നിന്നെ എവിടേക്ക് വേണേലും കൊണ്ടുവിടാം. ശരി അളിയാ, പോയിട്ട് വാ എന്നും നമ്മുടെ മാർഗഴി. ഈ സമയം അവർ രണ്ടുപേരും പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അയ്യപ്പൻ നായർ എന്നോടാ കളി എന്നും പറഞ്ഞുകൊണ്ട് പാട്ടും പാടി വരിക. ഈ സമയം ഗീതുവിനെ കണ്ടതും അയ്യപ്പൻ നായർ ഞെട്ടി. ഇതെന്താ 2 1 2 1 2?
എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ദൈവമേ, 2 എണ്ണം. എന്ത് ചെയ്യണമെന്നറിയാതെ മാർഗഴിയും ഗീതവും ഗോവിന്ദും അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം കണ്ണ് പൂട്ടിയൊന്ന് കുടഞ്ഞപ്പോഴത്തേക്കും മാർഗഴിയെ കാണാനില്ല. അപ്പോൾ അയ്യപ്പൻ നായർ ഇപ്പോൾ 1 ഉള്ളല്ലോ, അപ്പോൾ മറ്റേത് ഇതെന്താ എനിക്ക് തോന്നിയതാണോ? തോന്നാൻ സാധ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ ഓടിച്ചെല്ലുക. എവിടെ? ഇവിടെ 2 ഗീതു ഉണ്ടായിരുന്നു, 2 ഗീതു എവിടെ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ കാറിൻ്റെ ഉള്ളിലൊക്കെ നോക്കുക. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക, അല്ല ഗീതു, മാർഗഴി എവിടെ? ഈശ്വര, അവൾ ഏത് മരത്തിലായിരിക്കുമോ കയറിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ ഇവിടെയൊക്കെ നോക്കുക. ഈ സമയമാണെങ്കിൽ അയ്യപ്പൻ നായർ എവിടെ? ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നല്ലോ. ആര്? ഗീതു. ഞാനോ? ഞാൻ 2 എണ്ണോ? എന്താ അയ്യപ്പേട്ട, എന്നെ തന്നെ ആയിരിക്കും അയ്യപ്പേട്ട 2ആയിട്ട് കണ്ടത്? ഇല്ല, ഗോവിന്ദ് കുഞ്ഞിൻ്റെ കൂടെ 2 ഗീതു ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അയ്യപ്പേട്ടൻ കുടിച്ചിട്ടുണ്ട്. അയ്യോ ഇല്ല മോളെ, ഞാൻ കുടിച്ചിട്ടില്ല എന്നും നമ്മുടെ അയ്യപ്പൻ. അത് കേട്ടതും എന്നാൽ പിന്നെ രാത്രി കുടിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, അതുകൊണ്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെയൊക്കെ പിച്ചും പേയും പറയുന്നത്. അയ്യോ ഇല്ല കുഞ്ഞെ, ഞാൻ സത്യമായിട്ടും കണ്ടതാ 2 ഗീതുവിനെ. എന്നാൽ അയ്യപ്പേട്ടനൊരു കാര്യം ചെയ്യ്. അയ്യപ്പേട്ടൻ ഇത് എത്രയാന്ന് പറഞ്ഞേ? 2. എന്നാൽ കണ്ണടച്ചിട്ട് തുറന്നു നോക്കിയേ. അത് കേട്ടത് അയ്യപ്പൻ നായർ കണ്ണടച്ച് തുറന്നതും ഗീതു അത് 1 വിരലാക്കി. ഇപ്പം എത്രയുണ്ട്? 1. ഇതുപോലെ അയ്യപ്പേട്ടന് തോന്നിയതാ. ഞാൻ ആദ്യം കാണിച്ചത് 1 തന്നെയാണ്, ഇപ്പം കാണിച്ചത് 1 തന്നെയാണ്. അയ്യപ്പേട്ടനെല്ലാം 2ആയിട്ട് തോന്നിയതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, ഞാൻ സത്യമായിട്ടും കണ്ടു, ഞാൻ ഉറപ്പായിട്ടും കണ്ടു. 2 ഗീതു ഉണ്ടായിരുന്നു. എൻ്റെ അയ്യപ്പേട്ട, സത്യമായിട്ടും നിങ്ങൾ കുടിച്ചിട്ടുണ്ട്? ഇല്ല കുഞ്ഞാണ് സത്യം, ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം അയ്യപ്പണ്ണൻ അടിച്ചത് ഇന്നലെ 2 ഫുള്ളും അയ്യപ്പേട്ടൻ്റെ വയറ്റിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക. അതുകൊണ്ട് എല്ലാം 2 കാണുന്നത്. ഇല്ല, എനിക്ക് തോന്നിയതല്ല, ഞാൻ കണ്ടു എന്നൊക്കെ പറയും. ഒന്ന് പോയപ്പണ്ണ, അകത്തെങ്ങാനും പോയിരിക്കില്ല, ഇനി ഈ കാറിലെങ്ങാനും ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ കാറിലൊക്കെ നോക്കുക. ഈശ്വര, അയ്യപ്പേട്ടൻ നമ്മളെ കണ്ടിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം അയ്യപ്പൻ നായർ ഓരോന്ന് എണ്ണയും പറഞ്ഞ് മുകളിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ഗീതുവും ഗോവിന്ദും, ദൈവമേ, ഇത്ര പെട്ടെന്ന് മാർഗഴി എങ്ങോട്ടാ പോയേ? പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ അവൾക്ക് മാത്രമല്ലേ പറ്റൂ. കണ്ണേട്ടാ, എവിടെയെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ അവൾ പോയി കാണും. അത് ശരിയാ. ഇനിയിപ്പോൾ അയ്യപ്പൻ നായർ ഇതാക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ അയ്യപ്പൻ നായർ അവിടെ സ്റ്റെപ്പിൽ പോയിരിക്കുക. എന്നാലും ഞാൻ കണ്ടത് 2 ഗീതുവിനെയാണല്ലോ. പക്ഷേ അല്ല എന്ന് പറയുന്നു. ഇത് ഒന്നല്ലേ? എനിക്കൊന്നായിട്ട് തന്നെയാണല്ലോ കാണുന്നത്. ഇനി എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനിന്നലെ കുടിച്ചിട്ടൊന്നുമില്ല, അത്രയും കുടിച്ചില്ല. 2 ഗീതുവിനെ കണ്ട സ്ഥിതിക്ക് അത് 2 ഗീതു തന്നെയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഗോവിന്ദ് കുഞ്ഞും ഗീതു മോളും എന്നെ പറ്റിക്കാൻ നോക്കുക. ഗീതു എങ്ങനെ 2ആയി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ. ഈശ്വര, പേടിയാവുന്നു. ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത്? ഗീതു 2 എണ്ണം എങ്ങനെ വന്നു? ഗോവിന്ദ് കുഞ്ഞിൻ്റെ അടുത്ത് 2 ഗീതു തോന്നിയതായിരിക്കുമോ? ഗീതു കുഞ്ഞ് പറഞ്ഞതുപോലെ ഇന്നലെ കുടിച്ചതിൻ്റെ കിക്ക് വിടാതെ തോന്നിയതായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അയ്യപ്പൻ നായർ ഇങ്ങനെ ഇരിക്കുക. എന്നാലും ഞാൻ കണ്ടത് 2 ഗീതുവിനെ ആണല്ലോ, എന്നിട്ട് എന്താ ആരും അത് പറയാത്തത്? ഗോവിന്ദ് കുഞ്ഞ് അത് സമ്മതിച്ചു തരുന്നില്ലല്ലോ. 1 2 2 2 3 4 എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഒറ്റയ്ക്കിരുന്ന് അയ്യപ്പൻ നായർ പിറുപിറുക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മാർഗഴി മരത്തിൻ്റെ മുകളിലിരിക്കുക. അയ്യപ്പൻ നായരുടെ തലയ്ക്ക് നേരെ മരത്തിൻ്റെ മുകളിൽ. ആ കൊമ്പെങ്ങാനും ഒടിഞ്ഞാൽ അയ്യപ്പൻ നായരുടെ തലയിലായിരിക്കും മാർഗഴി വന്ന് വീഴാൻ പോകുന്നത്. എൻ്റെ ഈശ്വര, ഇയാൾക്ക് ഇവിടെ തന്നെ വന്നിരുന്ന് കണക്ക് കൂട്ടണം. ഇത്തിരി അങ്ങോട്ടെങ്ങാനും മാറിപ്പോയിക്കൂടായിരുന്നോ? എന്തൊരു കഷ്ടകാലമാണ്. മരം കയറാൻ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഇയാളുടെ ഒരു കാര്യം, ഇയാൾ കണ്ടിട്ടും കാണാത്തതുപോലെ പോയാൽ പോരെ? ഞാൻ 2 എണ്ണം ഉണ്ട്, ഗീതു 2 എണ്ണം ഉണ്ട്. എൻ്റെ ദൈവമേ, ഇനി ഞാൻ ഈ മരത്തിൽ നിന്ന് എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക. ഈ സമയം അയ്യപ്പൻ നായർ അവിടെ നിന്ന് പോകുന്ന ലക്ഷണമില്ല. എന്നാലും ഞാൻ കണ്ടു, 2 ഗീതുവിനെ ഞാൻ കണ്ടു. ഗോവിന്ദൻ്റെ അടുത്ത് 2 ഗീതു ഉണ്ടായിരുന്നു, കറുപ്പ് ചുരിദാറിട്ടതും നീല ചുരിദാറിട്ടതും. എന്തായിരിക്കും അതിനർത്ഥം? ഇനി പ്രേതം, അയ്യോ എൻ്റെ ഗണപതി കുഞ്ഞെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ ഇങ്ങനെ നോക്കുക മേപ്പോട്ട്. അപ്പോൾ മാർഗഴിയാണെങ്കിൽ, ഈശ്വര, ഇയാളാണെങ്കിൽ പോകുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഗോവിന്ദേട്ടനോട് പറഞ്ഞ് ഇയാളെ ഇവിടെ നിന്ന് ഓടിച്ചാലേ എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. മരത്തിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാ, ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. ഈ സമയം ഗീതവും ഗോവിന്ദും, കണ്ണേട്ടാ എവിടെ പോയി? മാർഗഴി എവിടെ
എനിക്കറിയില്ല ഗീതു എവിടെ പോയെന്ന്. ആഹാ, അവൾ ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യപ്പൻ നായരെ കണ്ടതും ഒരു സെക്കൻഡ് പോലും ഇല്ലാതെയല്ലേ അവൾ ഓടിയത്. അതെ, അയ്യപ്പൻ നായർ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും അവളെ കാണാനില്ല. ഓ, എന്തായാലും അവൾക്കിങ്ങനെ എസ്കേപ്പ് ആവാനുള്ള വഴികൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയാനായിരുന്നു. അതെ, അത് ശരിയാണ്. എന്തായാലും അവൾ വരും, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് പോവുക. ഈ സമയം മരത്തിൻ്റെ ചില്ലയിലിരുന്ന് നമ്മുടെ മാർഗഴി ഇങ്ങനെ നോക്കുക, ഈശ്വര ഇയാൾ എപ്പോൾ പോകും എന്നും പറഞ്ഞുകൊണ്ട്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ പ്രേക്ഷകരെ. നമ്മുടെ ഗോവിന്ദും ഗീതവും അടിപൊളി ട്വിസ്റ്റായിട്ടാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. കാരണം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഗോവിന്ദ് അനാർക്കലിയെയും രാധികയൊക്കെ തകർക്കാൻ ഒരു ഇടിവെട്ട് തിരിച്ചടിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എന്തായെന്ന് എല്ലാവരും കാത്തിരുന്ന് കാണാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.